ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കൊണ്ട് കോളടിച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിനാണ്. അത് എങ്ങനെയെന്നല്ലേ? അതായത് ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിൻ്റെ 3ാം റൗണ്ട് ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ കഴിഞ്ഞിരിക്കുകയാണ്. അത് പൂർത്തിയായിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറും നിലനിന്ന് പോരുകയാണ്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും അതിൽ വന്നിട്ടില്ല. ഇതോടുകൂടി നമ്മുടെ ഒരു ഇടനാഴി, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോർ, ഈ ഇടനാഴി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാനുള്ള പണികളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജയശങ്കർ ഇതിനെക്കുറിച്ച്, നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഇതിനെക്കുറിച്ച് വ്യക്തമായും കൃത്യമായും UAE അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഭരണാധികാരിയുമായി അവിടെ ചെന്ന് സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഈ ആഴ്ച യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിച്ചപ്പോഴായിരുന്നു ജയശങ്കർ ഇത് സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് നിർണായക മേഖലയാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ എത്രയും വേഗം ഈ ഇടനാഴി അഥവാ കോറിഡോർ പണി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ബഹുരാഷ്ട്ര സഹകരണത്തിന് കണക്ടിവിറ്റിയേക്കാൾ വലിയ ഡൊമൈൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് എന്നാണ് ജയശങ്കർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോർ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് അറിയാം. അമേരിക്കയ്ക്കാണ് ഇതിൽ പ്രധാന താല്പര്യം ഉള്ളത്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതിൽ. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന് കനത്ത വെല്ലുവിളിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയെ തളയ്ക്കാൻ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് അമേരിക്കയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പുലർത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതാണ് ഈ മിഡിൽ ഈസ്റ്റ് കോറിഡോറിൻ്റെ മാപ്പ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യമാണ് ഈ മിഡിൽ ഈസ്റ്റ് കോറിഡോറിൻ്റെ മാപ്പ്. ഇന്ത്യയിലെ മുദ്ര തുറമുഖത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുംബൈയിലെ തുറമുഖത്ത് നിന്നും നേരെ UAE ജബൈൽ അലി തുറമുഖത്തെത്തുന്നു. അവിടെ നിന്ന് സൗദിയിലെ അൽ ഗുവാഫൈറ്റ്, അവിടെ നിന്ന് ഹറാദ്, അവിടെ നിന്ന് റിയാദ്, അത് കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് പ്രവേശിച്ച് ഇസ്രായേലിലെ അൽ ഇറ്റാദിത്ത, അവിടെ നിന്ന് ഹൈഫ വഴി ഗ്രീസിലേക്ക് പ്രവേശിക്കും. ഗ്രീസിൽ നിന്ന് പിന്നീട് ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കുമാണ് ഈ കോറിഡോർ നീണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രൂപരേഖ എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, മധ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലെ 150ലധികം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന 2013 തുടങ്ങിയ ബെൽറ്റ് ആൻഡ് റോഡിന് കനത്ത വെല്ലുവിളി തന്നെയാണ് നമ്മുടെ ഈ IMEC ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 വ്യത്യസ്ത ഇടനാഴികളാണ് ഈ IMECക്കുള്ളത്, ഈ കോറിഡോറിനുള്ളത്. ഒന്ന് ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന UAE വഴി സൗദിയിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും ഇസ്രായേൽ വരെ പോകുന്ന ഒരു കോറിഡോർ. ഈ കോറിഡോറിനെ കിഴക്കൻ ഇടനാഴി എന്നാണ് പറയുന്നത്. ഇനി ഇസ്രായേലിൽ നിന്ന് ഗ്രീസിലേക്ക് പ്രവേശിക്കും, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വടക്കൻ ഇടനാഴി എന്നാണ് പറയുന്നത്. 2 ഇടനാഴികളുണ്ട്. സമുദ്ര റോഡ് ഗതാഗത റൂട്ടുകൾക്ക് അനുബന്ധമായി ചിലവ് കുറഞ്ഞ ക്രോസ് ബോർഡർ ഷിപ്പ് ടു റെയിൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് റെയിൽ കണക്ടിവിറ്റിയും IMECയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ റൂട്ടിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി കേബിൾ, ഗ്രീൻ ഹൈഡ്രജൻ കയറ്റുമതിക്കുള്ള പൈപ്പ് ലൈനുകളും സ്ഥാപിക്കും. ഇതോടുകൂടി വമ്പൻ വ്യാപാര സാധ്യതയാണ് ഇന്ത്യക്ക് ഒരുങ്ങുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് വഴി യൂറോപ്പിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യക്ക് വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ സാധ്യതയുള്ളതും ചൈനയ്ക്കാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.